ഹരി, ഒരു സംശയം. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള, ഇത്രയും CCTV സർവേലൻസിനുള്ളിലുള്ള, നഗരമധ്യത്തിലുള്ള ഒരു കൊട്ടാരത്തിൽ നിന്ന് ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ആസൂത്രിതമായ കവർച്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഈ കൊട്ടാരത്തിലെ ഗൗരിലക്ഷ്മി ഭായിയുടെ ഈ ഇരുമ്പലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ച് വിവരം പുറത്തു വന്നെങ്കിൽ മാത്രമല്ലേ അവിടെ ഒരു മോഷണം നടക്കാൻ പറ്റൂ. മറ്റേതെങ്കിലും തരത്തിൽ ജനലുകൾ പൊളിക്കുകയോ വാതിലുകൾ പൊളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ളവരുടെ സഹായം കൂടി കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടോ? കാരണം ഈ സ്വർണം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നറിയാവുന്ന കവർച്ചക്കാരനാണോ ഇത് നടത്തിയത്? മറ്റ് ഷെൽഫുകൾ തുറക്കുകയോ മറ്റേതെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുകയോ അങ്ങനെ ചെയ്തതിന്റെ ഒന്നും ലക്ഷണം നിലവിലില്ലല്ലോ, അല്ലേ ഹരി? അരുൺ, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ പൂട്ടുപൊളിക്കുകയോ അല്ലെങ്കിൽ സാധാരണ കവർച്ച ചെയ്യുന്ന രീതിയിൽ ഉള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിച്ച് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലീസിന് അതേക്കുറിച്ചുള്ള ചില സൂചനകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ലഭിച്ചേനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു സൂചനകളുമില്ല. അത് കൃത്യമായി അകത്തുനിന്ന്, അതായത് ഈ എവിടെയാണ് ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചത്, ഈ ഇരുമ്പലമാരക്കുള്ളിൽ വളരെ സുരക്ഷിതമായി ഈ ആഭരണങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആ അലമാര തന്നെ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമടക്കം ഇത് ആരാണോ മോഷ്ടിച്ചത് അവർക്ക് ആ വിവരങ്ങളെല്ലാം കൃത്യമായി ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ആരെങ്കിലും വിവരം കൊടുത്ത് അത് മറ്റേതെങ്കിലും സംഘം അതിന്റെ എക്സിക്യൂഷൻ നടത്തിയതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനകളും പോലീസിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതുവരെയുള്ള അന്വേഷണത്തിനുള്ളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2 കോടി രൂപയിലധികം, ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് വലിയ മൂല്യമുള്ള ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടും പോലീസിനെ സംബന്ധിച്ച് ഒരു തുമ്പും കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഈ വിവരങ്ങൾ എവിടെ നിന്ന് പോയി, ഇത് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കൊക്കെ അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരു ഔദ്യോഗിക പ്രതികരണമോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണമോ ഒക്കെ വരേണ്ടിയിരിക്കുന്നു. പോലീസിന് ഇനി അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 4 മാസം അന്വേഷിച്ചിട്ടും പോലീസിന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏത് വഴിക്കാണ് ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രത്യേക നിലവിൽ ഹരി 150ഓളം മുറികളുണ്ട് ഈ കവടിയാർ പാലസിന്. സാധാരണ പുറത്തു നിന്നുള്ള ഒരാൾക്കും കവടിയാറിൽ കുടുംബത്തിന്റെ അനുമതിയില്ലാത്ത പ്രവേശനം അനുവദിക്കുന്നതല്ല, അത് സ്വകാര്യ വസതിയാണ്. 180ഓളം മുറികളുള്ള കവടിയാർ പാലസിലെ ഈ മുറിയിലെ ഇരുമ്പലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും രത്നാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രാഥമികമായ 2 കോടി എന്ന് പറഞ്ഞാലും അതിന് പുറത്തു പോകും. കാര്യം അമൂല്യമായിട്ടുള്ള രത്നങ്ങളൊക്കെ ആ സ്വർണ്ണാഭരണ ശേഖരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ആന്റിക് വാല്യൂവും ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുള്ള ഒരാൾക്കല്ലാതെ, കൊട്ടാരത്തിന്റെ ഉൾവശത്തെക്കുറിച്ചുള്ള ധാരണയുള്ള ഒരാൾക്കല്ലാതെ മോഷണം നടത്തുക സാധ്യമല്ലല്ലോ. അരുൺ, തീർച്ചയായിട്ടും കൊട്ടാരത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആ സുരക്ഷ മറികടന്നുകൊണ്ട് അത് ഏത് മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാരണം അടക്കം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനകത്ത് നിന്ന് മോഷണം നടത്താനായിട്ട്. ആ മോഷണം നടത്തിയ രീതി തന്നെ, അതായത് ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ മോഷണം നടത്തിയ രീതി തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് കവടിയാർ കൊട്ടാരത്തിന്റെ പുറത്തുള്ള ഗേറ്റ്. ആ ഗേറ്റാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഗേറ്റിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. പുറത്തുനിന്ന് ഒരാൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഇവിടെ അനുവാദം വാങ്ങി സെക്യൂരിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ അരുൺ? അവിടെ ഒരു സെക്യൂരിറ്റി റൂം നമുക്ക് കാണാം. ആ സെക്യൂരിറ്റി ജീവനക്കാരനടക്കം അവിടെ ഉള്ളപ്പോഴാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സംഘത്തിന് അവിടെ അതിക്രമിച്ച് കയറി മോഷണം നടത്തുക സാധ്യമല്ല. അങ്ങനെ നടന്നിട്ടില്ല. അതിക്രമിച്ച് കയറിയുള്ളൊരു മോഷണമല്ല നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഊഹിക്കാം. 1, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. 3, 180 മുറികളുള്ള ഒരു പാലസാണ്. ആ പാലസിൽ CCTV അടക്കമുള്ളവയുണ്ട്. ഇവയെല്ലാം ഭേദിച്ചുകൊണ്ടൊരു മോഷ്ടാവ് അവിടെ ഈ മുറിയിലെത്തി ഇരുമ്പലമാര തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അത് എങ്ങനെയാണ് നടന്നത് എന്നുള്ളതാണ്. അതിനുള്ളിലുള്ളവരുടെ സഹായം കിട്ടാത്തതൊക്കെ പറ്റുമോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. എനിക്കൊന്ന് അരുൺ സോളമൻ അവിടെയുണ്ട്. അരുൺ സോളമൻ, സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിന് പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹരിമോഹനുണ്ട്. ഹരി, ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം അദ്ദേഹത്തോട്. ഇതിനെക്കുറിച്ച് അങ്ങനെ അതിക്രമിച്ച് കടന്നതായിട്ടൊന്നും അറിയില്ലല്ലോ എന്ന് നമുക്ക് ചോദിക്കാം. അദ്ദേഹം പോലീസിന്റെ സെക്യൂരിറ്റി അല്ലല്ലോ, പാലസിന്റെ സെക്യൂരിറ്റി അല്ലേ?
എത്തും. ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ എനിക്ക് തോന്നുന്നത് പാലസിനുള്ളിൽ നിന്ന് ഒരു കാറ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് പാലസിലെ സ്വകാര്യ വസതി ആയതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തു നിന്നുള്ള ആരെയും അവിടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. അതൊരു വിസിറ്റേഴ്സ് സ്പേസ് അല്ല കവടിയാർ പാലസ് എന്നുള്ളത്. അപ്പോൾ കവടിയാർ പാലസിലെ ഒരു കുടുംബാംഗമാണ് ഇപ്പോൾ പോകുന്നത്.